അങ്ങനെയൊക്കെ പറ്റിപ്പോയി രഘുവേട്ടാ. അവിടെ നിന്ന് ജീവനോടെ തിരിച്ചു വരാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം കൊണ്ട് മാത്രം. ആരുടെ ഭാഗ്യം? നിന്റെ ഭാഗ്യത്തിന് നീ രക്ഷപ്പെട്ടെങ്കിൽ നീ എവിടെ വേണമെങ്കിലും ജീവിച്ചോ. വീണ്ടും ഞങ്ങളെ ശല്യം ചെയ്യാൻ വരരുത് വിനയ. എന്താ അമ്പിളി ചേച്ചി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്റെ ഭാര്യ മക്കളെ എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഭാര്യ മക്കളോ? ചീരുവിന് എന്തായാലും നിന്നെ വേണ്ട. പിന്നെ മക്കള് അവരെ നീ ഇനി തിരിച്ചു ചോദിക്കില്ലെന്ന് പറഞ്ഞല്ലേ അനുവിന്റെ കയ്യിൽ നിന്ന് നീ 15 ലക്ഷം രൂപ വാങ്ങിയത്. വിനയ, അവരെ കാണാനാണ് നീ വന്നതെങ്കിൽ അത് നടക്കില്ല. നീ പോക്കോ. വെറുതെ ഇവിടെ ഇരുന്ന് ബാക്കിയുള്ളവരെ ശല്യം ചെയ്യില്ല. ഞാനാരെയും ശല്യം ചെയ്യാനൊന്നും വന്നതല്ല രഘുവേട്ടാ. നിങ്ങൾ പറയുന്നത്ര ദേഷ്യമൊന്നും ചീരുവിന് എന്നോടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ അവള് എൻ്റെ മക്കളെ വീണ്ടും വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയതും 1-2 ദിവസം അവളും അവിടെ പോയി താമസിച്ചതും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവളെ എന്നെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാൽ മതി. എനിക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞോളാം. അമ്മാവനിപ്പോ ഇവിടെ ഇല്ല. അമ്മാവൻ ആരെ കാണാൻ പോയിരിക്കാം. നീ അമ്മാവനെ വിളിച്ചിട്ട് പിന്നെ പവിനിയ. എനിക്കാണെങ്കിൽ പോകാൻ അല്പം ധൃതിയുണ്ട്. രഘുവേട്ടൻ പോയിക്കോളൂ. അച്ഛൻ വരുന്നതുവരെ ഞാനിവിടെ ഇരുന്നോളാം. വിളിച്ചിട്ട് വരാൻ എൻ്റെ കയ്യിൽ ഫോണൊന്നുമില്ല. എല്ലാം പോയി. ഈ ജീവനും ഇട്ട ഡ്രസ്സും മാത്രമായിട്ടാ ഞാൻ തിരിച്ചു വന്നത്. ഇനിയെല്ലാം ഒന്നേന്ന് തുടങ്ങണം രഘുവേട്ട. അതിന് നിങ്ങളുടെയൊക്കെ സഹായം എനിക്ക് വേണം. അച്ഛനെന്നെ സഹായിക്കുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഇല്ലെങ്കിൽ പഴയ കൂട്ടുകാരനായ യൂസഫ് ഭായിയെ വിളിച്ച് എന്നെ ദുബായിലുള്ള ജയിലിൽ നിന്ന് രക്ഷിക്കാൻ അച്ഛൻ മുൻകൈ എടുക്കില്ലല്ലോ. അച്ഛനാ രഘുവേട്ടാ എൻ്റെ ഇപ്പോഴത്തെ ദൈവം. ചീരുവിനെയും മക്കളെയും കാണാൻ പറ്റിയില്ലെങ്കിലും അച്ഛനെ കണ്ട് നന്ദി പറഞ്ഞിട്ട് ഞാനിവിടുന്ന് പോകും. അതിനെങ്കിലും എന്നെ സമ്മതിക്കണം രഘുവേട്ടാ. അല്ല ആരിത്? നീ ആളാകെ മാറിപ്പോയല്ലോ വിനയ. എല്ലാം പോയി ഭാനുവമ്മ, എല്ലാം പോയി. അമ്പിളി, ഞാൻ എന്തായാലും ഇറങ്ങാം. ആ കുമാർ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് അവിടെ എത്തിച്ചാലേ വർക്ക് തുടങ്ങാൻ പറ്റും. വിനയ, നീ ഇവിടെ വെറുതെ ആവശ്യമില്ലാതെ വഴക്കൊന്നും ഉണ്ടാക്കരുത്. അമ്മാവനെ കണ്ടിട്ട് മര്യാദയ്ക്ക് തിരിച്ചു പോക്കണം. നിന്നെ ഇതുവരെ സഹിച്ചതുപോലെ ഇനി ആര് സഹിക്കുമെന്ന് നീ കരുതണ്ട. മനസ്സിലായോ? മനസ്സിലായി രഘുവേട്ട. എന്നെക്കൊണ്ട് ഇനി ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. അതിനൊന്നുമുള്ള ശക്തി എനിക്കില്ല രഘുവേട്ട. ഇനി നിങ്ങളുടെയൊക്കെ സ്നേഹം പിടിച്ചുപറ്റി ജീവിക്കാനേ എനിക്ക് പറ്റൂ. അമ്പിളി ചേച്ചി,
അച്ഛൻ വരുന്നവരെ ഞാനന്നിവിടെ ഇരുന്നോട്ടെ. വിനയം കയറി ഇരിക്കട്ടെ അമ്പിളി. ഒന്നുമില്ലെങ്കിലും വീട്ടിൽ വന്ന ഒരാളല്ലേ. നീ കയറിയിരിക്കും വിനയ. അമ്പിളി ചേച്ചി, ഞാൻ വന്നത് ചീരു അറിഞ്ഞു കാണാതിരിക്കില്ല. അവളോട് കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്ന് വാതിക്കൽ വന്ന് നിൽക്കാൻ പറയാവോ? എനിക്കൊന്നവരെ കണ്ടാൽ മാത്രം മതി. ഒരു ചുവരിനപ്പുറത്ത് അവർ ഉള്ളതുകൊണ്ടായിരിക്കും മനസ്സ് അവരെ കാണാൻ വല്ലാതെ തുടിക്കുക.